അപ്പോൾ ഇത് തേങ്ങാച്ചോറ് റെസിപ്പിയാണ്. അതിന് നമുക്കൊരു സവാള, പുതിനയില, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ ജീരകം, സ്റ്റാർ പൂ, ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, പിന്നെ ആവശ്യത്തിന് നെയ്യ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ബസുമതി അരിയാണേ, അത് ഏകദേശം വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതിലെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു പാൻ എടുത്തിട്ട്, പാൻ മീൻസ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള പട്ടയും ഏലക്കയും ഗ്രാമ്പും പിന്നെ നമ്മുടെ ബേ ലീഫും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജീരകവും എല്ലാം ഇട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞിട്ട് സവാള ചേർത്ത് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ തേങ്ങാച്ചോറായതുകൊണ്ട് നമ്മൾ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ. നമ്മൾ സവാള വേണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കീറി വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും മിൻലീഫും ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ അരിയിട്ട് ഇളക്കിയെടുക്കുക. അരിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ചോറ് റെഡിയായി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടി ഇട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില മുകളിലിട്ട് നമ്മുടെ ചോറ് റെഡിയായി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ഇതിന് പറ്റിയൊരു കറിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഓക്കേ.